ഹായ് ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെല്ലിയാമ്പതി യാത്രയിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതി എക്കോ ടൂറിസത്തിൽ കേശവൻപാറ വ്യൂ പോയിന്റിലാണ്. ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ABT ടീ പ്ലാന്റേഷൻ ആണ്. റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് റേറ്റ് മുതിർന്നവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഇവിടെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 8 മണി മുതൽ 4 മണി വരെയാണ്. വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ പണം സ്വീകരിക്കില്ല. കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഗേറ്റ് കടന്ന് നമ്മൾ കാടിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏകദേശം ഒരു 100 മീറ്ററോളം നമ്മൾ കാടിനുള്ളിലൂടെ നടന്നിട്ട് വേണം നമുക്ക് കേശവൻപാറ വ്യൂ പോയിന്റിൽ എത്താൻ. കാടായതിനാൽ തന്നെ ഒരുപാട് പക്ഷിമൃഗാദികളൊക്കെ കാണുമായിരിക്കും. ഒരു വേഴാമ്പലിൻ്റെ ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ വേഴാമ്പലും കാണാം. അതുപോലെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ചുറ്റിലും കാടാണ്. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ വരുന്ന വഴി ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴി തന്നെ നമുക്ക് പാർക്കിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാടിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ വരും വഴി കണ്ടായിരുന്നു ABT ടീ പ്ലാന്റേഷനാണ്. ABTയുടെ ഷോപ്പുണ്ട്. ടീ എസ്റ്റേറ്റുകളാണ് ആ ഏരിയ മുഴുവൻ. അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ് സവാരിയൊക്കെ അവൈലബിൾ ആണ്. അവിടെ ജീപ്പൊക്കെ കണ്ടായിരുന്നു. മുൻപോട്ട് പോകുമ്പോൾ പലയിടത്തായിട്ടും നമുക്ക് നോ എൻട്രി ബോർഡുകളൊക്കെ കാണാം. അങ്ങോട്ടേക്കൊക്കെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവുക. നല്ല വെയിലത്ത് നിന്നാണ് നമ്മൾ ഈ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അതിവിടെ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും. ചെറിയൊരു കൂളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു തണുത്ത കാലാവസ്ഥയാണ് വനത്തിനുള്ളിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ. ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണിത്. ഇപ്പോൾ വരും വഴി നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ നോ എൻട്രി ബോർഡുകൾ കാണാം. അതുപോലെ തന്നെ നനവുള്ള സ്ഥലമായതിനാൽ അട്ട ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പോവുക. നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. ഇത് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പഴയ ബിൽഡിങ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കേശവൻപാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ 2 ബിൽഡിങ് കാണാൻ സാധിക്കും. അതുപോലെ വിശാലമായ പാറപ്പുറമാണ്. അതുപോലെ ഇവിടെ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷേ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത്, അതുപോലെ വനത്തിൽ പ്രവേശിക്കരുതെന്നൊക്കെ. വെള്ളച്ചാട്ടമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വെള്ളച്ചാട്ടം എവിടെയെങ്കിലും കാണുമായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും പാറപ്പുറത്തേക്കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് അത്ര മടുപ്പൊന്നും തോന്നില്ല. കാരണം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിലുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ അത്ര ഏക്കത്തില്ല. അതുപോലെ നല്ല തണുത്ത കാറ്റുണ്ട്. വളരെ സേഫായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണിത്. നമ്മൾ മുമ്പോട്ട് പോയാലാണ് നമുക്ക് കേശവൻപാറ വ്യൂ പോയിന്റിൽ അങ്ങ് എത്തിച്ചേരാൻ സാധിക്കുക. നമുക്ക് ഈ പാറ കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു ഭാഗം കാണാം. അതുപോലെ മലനിരകളും താഴ്വരകളും തണുത്ത കാറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ ഒരു അടിപൊളി ഫീലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് താഴത്തെ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ നമുക്ക് താഴത്തേക്ക് ഒരു കുത്തനൊരു ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. എല്ലാവരും മഴയുള്ള ടൈമിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നല്ല കോടയൊക്കെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.